ഇന്ന് വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് SIമാർക്ക് വീണ്ടും സ്റ്റേഷൻ്റെ ചുമതലയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതിലേക്ക് അതെങ്ങനെയാണ് വീണ്ടും അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ? അത് ഞങ്ങൾ DGPയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി വെച്ചു. അവരുടെ റിപ്പോർട്ട് അതായിരുന്നു. പിന്നെ മുൻ DGPമാരോട് ഞാൻ സംസാരിച്ചു. എല്ലാവരുടെയും അഭിപ്രായം അതാണ്. ഈ പഴയ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ എല്ലാ അഭിപ്രായം. എൻ്റെ അഭിപ്രായമായിരുന്നില്ല, എല്ലാവരുടെയും അഭിപ്രായമാണ്. കാരണം ഈ സൂപ്പർവിഷന് കൂടുതൽ അവസരങ്ങൾ ഇതുകൊണ്ട് കൊടുക്കും. ഇപ്പോൾ ഒരു CIക്ക് ഒരു പോലീസ് സ്റ്റേഷനാണെങ്കിൽ സൂപ്പർവിഷൻ ആരാ ഉള്ളത്? പിന്നെ DYSPയാണ്. ഒരു DYSPക്ക് 9 സ്റ്റേഷൻ്റെ സൂപ്പർവിഷൻ വരും. അപ്പോൾ അതുകൊണ്ട് വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. പിന്നെ പുതുതായി ചാർജ് എടുക്കുന്ന SI ചെറുപ്പക്കാരനൊരു സ്റ്റേഷൻ്റെ ചുമതല കിട്ടിയാൽ അതിൽ നന്നായിട്ട് അത് പെരുമാറും. അയാളുടെ മുകളിൽ ഒരു CI ഉണ്ടാകും. ആ CI സൂപ്പർവിഷറി കാര്യങ്ങൾ ചെയ്യും. ഇതാണ് നല്ല സിസ്റ്റം എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റം. പിന്നെ 63 വനിതകളെ SHOമാരാക്കുന്നു. നല്ല കാര്യമാണ്. വാസ്തവത്തിൽ പല പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ സ്ത്രീ പോലീസുകാർ SHOമാരായത് വളരെ പ്രയോജനമുണ്ടായിട്ടുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ട്. അതുകൂടെ കണക്കിലെടുത്താണ് സ്ത്രീകൾക്ക് സ്റ്റേഷൻ ചുമതല കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പം ഈ CIമാരെ ഈ സ്റ്റേഷൻ ചുമതല മാറ്റുന്നതിനെതിരെ വലിയ സംഘടനകളൊക്കെ തന്നെ പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ കൺവിൻസ് ചെയ്തിട്ടാണോ ഇപ്പോൾ ഈ ഒരു മാറ്റത്തിലേക്ക് കൂടി എത്തുന്നത്? അല്ല, നമ്മുടെ നാട്ടിൽ പിന്നെ അമ്മയെ തല്ലിയാൻ 2 അഭിപ്രായം കാണുമല്ലോ. അതിന് ബെസ്റ്റ് അഭിപ്രായം എടുത്താൽ മതി. ഇത് ആ റിപ്പോർട്ടുണ്ട്. DGPയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി വെച്ചാൽ ആ കമ്മിറ്റി റിപ്പോർട്ടെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുമോ? പിന്നെ അതുപോലെ തന്നെ എല്ലാ മുൻ DGPമാരും ഒരേ വോയിസിൽ പറഞ്ഞതാണ് നല്ലതെന്ന്. അതുകൊണ്ടാണ് സ്വീകരിച്ചത്. സാർ, അപ്പം ഈ പരിപാടികൾ നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സേനയുടെ കുറവില്ലേ? ഒരു കാര്യക്ഷമമായ രീതി കുറച്ച് സേനയുടെ കുറവുണ്ട്. പക്ഷേ സാമ്പത്തിക പരാധീനത കാരണം കൂടുതൽ ഇപ്പം ജനങ്ങളും പോലീസും തമ്മിലുള്ള റേഷ്യോ പരിശോധിച്ചാൽ തന്നെ ഇവിടെ കുറവാണ്. കൂട്ടേണ്ടതാണ്, പക്ഷേ സാമ്പത്തിക പരാധീനതയാണ് കാരണം. ഈ പോലീസ് സ്റ്റേഷനാണെന്ന് പറയുമ്പോഴും പലപ്പോഴും സ്റ്റേഷനുകൾക്കെതിരെ പല രീതിയിൽ മർദ്ദിച്ചു നടക്കാനുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. മാറ്റിയെടുക്കണം. അതിന് പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ജനങ്ങളും അതനുസരിച്ച് സഹകരിക്കണം. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആരെയും ആക്രമിക്കുന്ന സ്ഥലമൊന്നുമല്ല. പോലീസ് സ്റ്റേഷൻ എന്നാൽ എല്ലാവർക്കും നീതി കിട്ടുന്ന സ്ഥലമാണ്. അത് ആ നിലയിലേക്ക് കൺവെർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഈ സമയത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം തുടക്കം മുതൽ താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതി പോലെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇപ്പോഴും അതിഗംഭീരമായി പോകുന്ന പദ്ധതിയാണ്. അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ് ഓപ്പറേഷൻ തൂഫാൻ? ഓണം കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ 2ാം സ്റ്റേജ് ആരംഭിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുമായി ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഓണം കഴിഞ്ഞാൽ തൂഫാൻ്റെ 2ാം ഘട്ടം ആരംഭിക്കും. അത് കുറേ കൂടി ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ലക്ഷ്യം. ഇപ്പോൾ ഓണത്തിന് ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡ്രൈവുകൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓണം സ്വാഭാവികമായി പോലീസ് നടത്തുന്നതാണ്. മയക്കുമരുന്നിനെതിരെ, ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ ഹണ്ട് നടക്കും. അപ്പം ഇത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇന്നലെ CPM പാർട്ടി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് ആവിധം? തുഫാന് രാഷ്ട്രീയമില്ല, എല്ലാവരും ഉണ്ട്. ഇത് നാടിന് വേണ്ടിയാണ്, യുവാക്കൾക്ക് വേണ്ടിയാണ്, പുതിയ തലമുറയെ രക്ഷിക്കാനാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഞാൻ തുടക്കം മുതൽ തന്നെ പറയും, ഞാൻ രാഷ്ട്രീയം പറയാറില്ല ഇക്കാര്യത്തിൽ. ഇത് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മഹാദൗത്യമാണ്. അതിനകത്ത് ഒരിക്കലും രാഷ്ട്രീയം ചേർക്കരുത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ കുറ്റം ചെയ്താലും DYFIക്കാരൻ കുറ്റം ചെയ്താലും കുറ്റം ആര് ചെയ്തു എന്നുള്ളതാണ്. അവരുടെ രാഷ്ട്രീയം നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് കുറ്റം ചെയ്തവരുടെ രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കുന്ന ഏർപ്പാട് തുഫാനില്ല. കുറ്റം ചെയ്തവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം ചെലുത്തില്ല. അപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനായി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസറെ മാറ്റിയെന്ന വലിയ ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ശരിക്കും അതിലൊരു സത്യാവസ്ഥ? അതൊക്കെ വളരെ അസത്യ പ്രചരണങ്ങളാണ്. ഇതൊക്കെ ആരെ സഹായിക്കാനാണ്? ഈ ഉദ്യോഗസ്ഥരെ മാറ്റിയത് അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് ആന്ധ്രയിലേക്ക് പോയപ്പോൾ അദ്ദേഹം അവധിയെടുത്ത് പോയി. അപ്പോൾ ഒരാളിനെ വേണ്ടേ? തൽക്കാലം ചുമതല കൊടുത്തു. നിശാന്തിനി നല്ല ഓഫീസറാണ്, ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരല്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കൊടുക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല. കാരണം പുട്ടാ വിമലാദിത്യ ഇതിൻ്റെ നോഡൽ ഓഫീസറായി ഇപ്പോഴും തുടരുകയാണ്. ചാർജ് തൽക്കാലം അദ്ദേഹം അവധി എടുത്തുകൊണ്ട് 1-2 ആഴ്ചത്തേക്കുള്ള ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്ന വിവാദം ഉണ്ടാക്കുന്നത് മയക്കുമരുന്ന് ലോബിക്കുള്ള സഹായമാകും. ദയവായി ആരും അത് ചെയ്യരുത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ കാര്യത്തിൽ ഒരു വിജയം കണ്ടെത്തണം. കേരളത്തിൽ നിന്ന്
ഈ മയക്കുമരുന്ന് ലോബിയുടെ വേരറക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തായാലും 2 മാറ്റങ്ങളിലൂടെ പോലീസ് സ്റ്റേഷൻ്റെ അടിമൂടിയൊരു മാറ്റമാണ് ജനകീയമാക്കാനുള്ള അതാണ് നമ്മൾ ശ്രമമാണ്. ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യവൽക്കരിക്കുക, പോലീസിനെ ജനാധിപത്യവൽക്കരിക്കുക. ആധുനിക കാലഘട്ടത്തിൽ പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണമല്ല, ജനങ്ങളുടെ സേവകരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു. ക്യാമറമാൻ ഉണ്ണി പാലയ്ക്കൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.